എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SSLC കുട്ടികളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ SSLC റിസൾട്ട് ഇന്ന് വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇല്ലാത്ത സാഹചര്യത്തിൽ ഡയറക്ടർ പ്രഖ്യാപിക്കും. സംസ്ഥാനമൊട്ടാകെ 4 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ SSLC റിസൾട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നിരവധി കുട്ടികൾക്ക് ആശങ്കകൾ ഉള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നത്. വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് SSLC റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം സെർവർ ഇഷ്യൂ മൂലം നിരവധി അധികം ഇഷ്യൂസ് നേരിട്ടേക്കാം. അതുകൊണ്ട് തന്നെ റിസൾട്ട് വളരെ എളുപ്പത്തിലും കൃത്യമായി തന്നെ നോക്കുവാൻ ഗൂഗിളിൽ എക്സാം സർക്കാരി റിസൾട്ട് ഇൻഫോ എന്ന് സെർച്ച് ചെയ്യുക. ശേഷം ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സ്ക്രീൻ കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കേരള SSLC ക്ലാസ് 10th റിസൾട്ട് 2026 എന്ന് കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ സ്ക്രീൻ കൂടി കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെക്ക് റിസൾട്ട് 2026ൽ 2 ലിങ്കുകൾ കാണുവാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയാൽ കൃത്യമായി തന്നെ റിസൾട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ പരമാവധി എല്ലാ കുട്ടികളും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആശ്വാസകരമായ വാർത്തയിലേക്ക് കടക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ വിജയ ശതമാനത്തിൽ നേരിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. കഴിഞ്ഞ വർഷം 99.5% വിജയ ശതമാനം. അതിൽ നിന്ന് ഈ വർഷത്തിലേക്ക് പോകുമ്പോൾ വർധനവ് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ SSLC വിദ്യാർത്ഥികൾ റിസൾട്ടിനെ ഓർത്ത് ഒരു തരത്തിലും ആകുലപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള വാർത്തകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. നന്ദി.